എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ചട്നിയാണ് തട്ടുകട സ്റ്റൈൽ ചട്നി. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ബട്ടർ സ്പൈസസ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ചായക്കട സ്റ്റൈൽ ചമ്മന്തിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തിയിരിക്കും. അപ്പോൾ നമ്മൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു തട്ടുകട സ്റ്റൈൽ ചട്നി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി മുറിച്ചതെടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ ഉള്ളി, ഒരുമാതിരി നല്ല വലിയ സൈസിലുള്ള 2 ചെറിയ ഉള്ളി കൂടെ എടുത്തിട്ടുണ്ട്. ഒപ്പം പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതിപ്പോൾ കാശ്മീർ ചില്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മുളക് പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനൊരു അടുപ്പിലൊരു ചെറിയൊരു കടായി വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ജസ്റ്റ് ഒന്ന് ഒരു 30 സെക്കൻഡ് ഒന്ന് ഇതിലൊന്ന് മുപ്പിക്കുമ്പോഴത്തേക്ക് മുളക് പൊടിയിലെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ നമ്മുടെ മുളക് പൊടിയിലെ പച്ചമണമൊക്കെ മാറി ഇനി നമുക്കിതിനെ എടുത്ത് മാറ്റാം. ഇനി ഇതിൻ്റെ ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് നേരത്തെ എടുത്ത് വെച്ചൊരു 1/2 കപ്പ് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒപ്പം തന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാശ്മീർ ചില്ലി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. മുളക് പൊടിയോടൊപ്പം ചെറിയ ഉള്ളി അത് ചെറുതായിട്ട് അരിഞ്ഞ് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ നമുക്ക് നേരത്തെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇഞ്ചി നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ 1-2 ഇല കറിവേപ്പില, അപ്പോൾ ഞാൻ 2 ചെറിയ ഇല കറിവേപ്പിലൂടെ ഇതിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല രീതിക്ക് ഇതിനെ അരച്ചെടുക്കണം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഉപ്പ് കൂടെ തന്നെ ചേർക്കണം. ചില കടയിലൊക്കെ ഈ ചട്നി തയ്യാറാക്കുമ്പോൾ അവർ കുറച്ച് പുളി കൂടെ ചേർക്കും, ഒരു നുള്ളിന് പുളി കൂടെ ചേർക്കും. അതുകൂടെ ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്, അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. ഞാനിതിലോട്ട് ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തു. ഇനി നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല രീതിക്ക് പേസ്റ്റ് പോലെ ഇതിനെ അരച്ചെടുക്കാം. സാധാരണ തട്ടുകട സ്റ്റൈൽ ചട്നിയൊക്കെ നല്ല ഫൈനായിട്ട് അരഞ്ഞു വരും. നമുക്ക് നല്ല ഫൈനായിട്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ഇത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് അടുപ്പിലൊരു കടായി വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല രീതിക്ക് ചൂടാകുമ്പോഴത്തേക്ക് അതിലോട്ട് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലോട്ട് നമുക്ക് കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു അരപ്പ് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ ഈ ചായക്കട ചട്നിയൊക്കെ നല്ല വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്താൽ മതിയാവും. അപ്പം ഞാനൊരു 1/2 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് ഈ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം മാത്രമാണ് ഇതിലോട്ട് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചട്നി നമുക്ക് തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നല്ല രീതിക്കൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ ചട്നിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ബൈ.